ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യാൻ കാണിച്ചത്. നമുക്ക് ഗ്ലോബലായിട്ടുള്ള പല ഇവൻറ്റ്സും മാർക്കറ്റിന് അനുകൂലമായിട്ടാണ് വന്നത്. അതിലുപരി ഇന്ത്യയിലുള്ള മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ട്, SBI പോലെയുള്ള കമ്പനിയുടെ നല്ല റിസൾട്ടുകളാണ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തത്. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സെൻസെക്സ് എന്നിവ ഓൾമോസ്റ്റ് 1% റാലി എന്ന് കാണാൻ സാധിച്ചു. നിഫ്റ്റി 50 ഇന്ന് 24,585 ക്ലോസ് ചെയ്തപ്പോൾ 221 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 505 പോയിന്റ്സ് ഉയർന്ന് 55,510 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 476 പോയിന്റ്സ് ഉയർന്ന് 56,479 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,491 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 12.21 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 746 പോയിന്റ്സ് ഉയർന്ന് 80,604 ക്ലോസ് ചെയ്തത്. DI എന്ന FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI എന്ന 5,972 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നല്ലൊരു ബൈ ആണെന്ന് DIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ FII കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമേ കുറച്ച് നാളിന് ശേഷം ബൈങ്ങിൽ വന്നായിരുന്നുള്ളൂ. എന്നാൽ വീണ്ടും ഇന്ന് 1,202 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. എന്നാൽ താരതമ്യേന ഈ സെല്ലിംഗ് റേറ്റ് കുറവാണ്. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് അബവ് 1% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്കിൽ നിന്ന് അബൌട്ട് 2% റാലിയാണ് കാണാൻ സാധിച്ചത്. സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ എന്ന് 249 പോയിന്റ്സ് നിന്ന് 23,723 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,610 ക്ലോസ് ചെയ്തപ്പോൾ 218 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,405 ക്ലോസ് ചെയ്തപ്പോൾ 238 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,309 ക്ലോസ് ചെയ്തപ്പോൾ 408 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,301 ക്ലോസ് ചെയ്തപ്പോൾ 165 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 8,977 ക്ലോസ് ചെയ്തപ്പോൾ 98 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 146 പോയിന്റ്സ് ചേർന്ന് 34,544 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1637 ക്ലോസ് ചെയ്തപ്പോൾ 2 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 47 പോയിന്റ്സ് ചേർന്ന് 9,194 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,059 ക്ലോസ് ചെയ്തപ്പോൾ 70 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 21,604 ക്ലോസ് ചെയ്തപ്പോൾ 202 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് എന്ന് 151 പോയിന്റ്സ് ഉയർന്ന് 7,032 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 16 പോയിന്റ്സ് ഉയർന്ന് 890 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,479 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,255 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 4.23% റാലി നടത്തി. ടാറ്റ മോട്ടോഴ്സ് 3.20% റാലി നടത്തി. ഇറ്റേണൽ 2.69%, ഗ്രാസിം 2.65%, അപ്പോളോ ഹോസ്പിറ്റൽ 2.31%, ജിയോ ഫിനാൻസ് 2.26%, ട്രെൻഡ് 2.13%, SBIN 2.05%, അൾട്രാസിംകോ 2% ആൻഡ് L&T 1.79% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോക്കോ 0.76% ഫോളോ കണ്ടു. ബെൽ 0.23%, ഭാരതി എയർടെൽ 0.18%, ബജാജ് ഫിനാൻസ് 0.08%, മാരുതി 0.06% ആൻഡ് ടൈറ്റാൻ 0.01% ഫോളോ ആണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 25,235 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,584 നിൽക്കുമ്പോൾ 2.58% ലോസ് ആണ് കഴിഞ്ഞ 12 മാസം വരെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,585 നിൽക്കുമ്പോൾ 3.55% പ്രോഫിറ്റാണ് കഴിഞ്ഞ 8 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് 221 പോയിന്റ്സ് അപ്പായി 0.91% റാലിയാണ് കാണാൻ സാധിച്ചത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് CPI കോർ ഡേറ്റ 12th ഓഗസ്റ്റ് നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും CPI ഡേറ്റ 12th ഓഗസ്റ്റ് നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.